കഴിഞ്ഞൊരു ചൂരമീൻ അച്ചാറിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നല്ലെണ്ണ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ട് പറഞ്ഞു തരാം എന്നുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കുറച്ചൊന്ന് വിട്ടുപോയിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അച്ചാർ തയ്യാറാക്കുന്നത് തൊട്ട് കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്, പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ മീനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലല്ല, നല്ലെണ്ണയിലാണ് ഫുള്ളായിട്ട് ഇത് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ആ ഒരു നല്ലെണ്ണയിലോട്ട് ആ ഒരു മീൻ കഷ്ണങ്ങൾ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീൻ കഷ്ണങ്ങളാണ്. അത് ഏകദേശം 1 കിലോളം ഉണ്ട്. അതൊന്ന് ഫ്രൈ ആക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കും. എല്ലാം ഞാൻ ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു സെയിം ഓയിലോട്ട് തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം കടുകും 1-2 തണ്ട് കറിവേപ്പിലൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 5 പച്ചമുളകൊന്ന് വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തതും പിന്നെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതിനായിട്ട് അത് 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ രീതിക്ക് ചെയ്യുമ്പം അച്ചാറിന് ഓരോ ടെക്സ്ചറും കാണാനും അതുപോലെ ടേസ്റ്റൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ. അപ്പം 1 കപ്പ് നിറച്ചും തന്നെ ഒരു ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയാണ് കേട്ടോ. അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണേ. നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. നമ്മൾ അച്ചാർക്ക് കുറച്ച് നാൾ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളായിട്ട് ഇതിൽ ചേർക്കാനുള്ളത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വയ്ക്കണ ഈ ഒരു ടൈമിൽ പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. ടേസ്റ്റ് കംപ്ലീറ്റ് അങ്ങ് അപ്പാടെ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് നമുക്ക് ആ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് 1 കപ്പോളം വിനാഗിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വിനാഗിരി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ സാധാരണ വില കുറഞ്ഞ വിനാഗിരി കിട്ടും. അത് നമ്മൾ വല്ല പാത്രം കഴുകാനോ സ്റ്റൗ ടോപ്പ് തുളയ്ക്കാനൊക്കെ എടുത്താൽ മതിയാകും. അല്ലാത്ത നല്ല വിനാഗിരി വാങ്ങിച്ചിട്ട് നമുക്കത് ഇതിലേക്ക് 1 കപ്പ് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന പാകത്തിന് കണ്ടോ. അച്ചാറിന് നമ്മൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറിയതുണ്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു തയ്യാറാക്കി എടുക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റും ഒരു കാണാനുള്ള ഭംഗിയൊക്കെ ഒന്ന് മാറി മാറി വരും. അപ്പോൾ അത് തിളച്ചൊന്ന് എണ്ണ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് അതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു മീനെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ. ഇത് കുറേ നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. പുറത്തും വയ്ക്കാം, വേണമെങ്കിൽ ഫ്രിഡ്ജിലും വയ്ക്കാം. അത്രയ്ക്ക് നമ്മൾ ഇതായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ ഇതിൽ നിറയെ തന്നെ വിനാഗിരിയും ചേർക്കുന്നുണ്ട്. നല്ലെണ്ണയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പോ പുളിയോ അല്ലെങ്കിൽ കായം ഉലുവ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലോ എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്തെടുക്കാം. എരിവ് ചേർക്കണ്ട, കാരണം നമ്മൾ പച്ചമുളക് അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിക്ക് കുറച്ച് എരിവുണ്ട്, അത്യാവശ്യം കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് ചേർക്കണ്ട. ഒരു ഉപ്പോ പുളിയോ ഒക്കെ ഒന്ന് കുറവാണെന്നുണ്ടെങ്കിൽ അത് ചേർത്തെടുക്കാം. കായത്തിൻ്റെ ഒരു സ്മെല്ല് കുറവുണ്ടെങ്കിൽ അതും ചേർത്തെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കതൊരു ഗ്ലാസ് ജാറിലോട്ട് നന്നായിട്ട് കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള ഗ്ലാസ് ജാറായിരിക്കണം. അല്ലെങ്കിൽ നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള ഗ്ലാസ് ജാറിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് സൂക്ഷിക്കാം. കുറേ നാൾ കേടുകൂടാതിരിക്കും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ചൊന്ന് ഗ്രേവി പോലെയൊക്കെ ഉള്ളൊരു അച്ചാറുണ്ട്. നമ്മൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഒരു ചതച്ച് ചേർത്തുകൊണ്ടാണ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുള്ളത് അച്ചാറിന്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പേജിൽ ഇഷ്ടംപോലെ വീഡിയോസിന് ഇട്ടിട്ടുണ്ട്. അച്ചാറിൻ്റെ പല വെറൈറ്റി അച്ചാറുകൾ നമ്മൾ തയ്യാറാക്കി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാനും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.